إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സത്യവിശ്വാസിമാരാ വിശ്വാസിനിമാരാ അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യമായ ജീവനത്തിലും പരസ്യമായ ജീവനത്തിലും എല്ലാ രീതിയിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ചൊത്തു സ്വന്തത്തെ മറക്കാണ്ട് എല്ലാവരോടും വസിയത്താക്കിയിട്ടുള്ള ഉപദേശിച്ചുകൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പേടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനായ ആത്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ആക്കി തീർക്കണം. ഉടവട്ടികയായതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുകൂ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം. 2020 കഴിഞ്ഞിട്ട് 2021 പുതിയ ഒരു വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെച്ച് സ്വാഭാവികമായിട്ടും പുതിയ ഒരു വർഷ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു മുഅ്മിനായോട് എന്തിനെ മനസ്സിലാക്കണോ ഏത് രൂപത്തിലെത്തിക്കണോ ചൊല്ലത് നാം ഗൗരവമായി പഠിക്കണായ മനസ്സിലാക്കണായ ഒരു വിഷയത്തിൽ ആ വിഷയത്തെ ഞാൻ രണ്ടാമത്തെ ഖുതുബത്തിൽ ചൊല്ലുകയായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ഞങ്ങളെ 2 ഖുതുബത്തിൽ ഞങ്ങൾ ചൊല്ലുവെച്ച വിഷയ മുഖാലഫത്തു തഖഉ ഫീഹ നിസാഇ യജിബു അൽഹിദ്റു മിൻഹാ. ശൈഖ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ജിബ്രീൻ ഹഫിദ റഹ്മഹുല്ലാഹ് അയാൾ എത്തിയതായ പെണ്ണുങ്ങളിൽ നിന്ന് പണ്ടതായ മിസ്റ്റേക്കും അതിനെ ജാഗ്രതാക്കുനായ കുറെ വിഷയത്തിക്ക് കഴിഞ്ഞ 2 ഖുതുബത്തിലും ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇത് ചൊന്നപ്പോ പെണ്ണുങ്ങളെ സൈഡിൽ നിന്നുള്ള ഒരു കംപ്ലൈന്റ് എന്തിന് അതിന്റെ ഖത്തീബുമാർക്കും സ്പീക്കർമാർക്ക് പെണ്ണുങ്ങളെ മാത്രം വിശേഷമുള്ള ഉള്ളമ ആണുങ്ങളെ വിഷയം ചൊല്ലുമില്ലേ? അവിടെ മനസ്സിലാക്കുമല്ലോ ഇസ്ലാം പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, പെണ്ണുങ്ങളെ മാത്രം വിശേഷമുള്ളതല്ല. ആണുങ്ങളുടെ വിഷയം ഇസ്ലാം കൊറിയ വിഷയം എന്താക്കി ചൊന്നത് പൊതുവായിട്ടും ജനറലായിട്ടും അതേപോലെ ദാമ്പത്യ ജീവിതത്തിൽ ആണുങ്ങൾ ശ്രദ്ധിക്കാനായി എത്രമാ വിഷയ ഇസ്ലാം ആണുങ്ങളായിട്ട് സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് പരിപാടി തന്നതും നമുക്ക് കാണാൻ സാധ്യവും. അതിൽ
ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അൽ ഹമദ് ഹഫിദഹുല്ലാഹ് ഇന്നും ജീവിച്ചിട്ടുള്ള സൗദി അറേബ്യയിൽ വലിയൊരു ആലിമായിട്ടുള്ള ആള്. അയാൾ എഴുതിയതായ മിൻ അഖ്താഇ സൗജാ ചൊല്ലുന്ന റിസാല, അയാൾ എഴുതിയതായ ഒരു ആർട്ടിക്കൽ, അതിൽ നിന്ന് എത്തിക്കല് ഇന്നത്തെ ഖുതുബ നാം ഉദ്ദേശിക്കുന്നത്. അതായത് ആണികളിൽ നിന്ന് വേണ്ടതായ മിസ്റ്റേക്ക് അങ്ങനെ ശ്രദ്ധിക്കണായ കുറെ വിഷയ. അതിൽ ഒന്നാമത്തത് അഡീഷണൽ ആയിട്ട് നാം മനസ്സിലാക്കുള്ളൂ, ഒരു പൊതുപറമ്പത്തുകൂ ഒരാണില് പെണ്ണന്വേഷിക്കുമ്പോഴത്തുകൂ ആ ആണായോട് എന്തൊരാക്കണു ചൊല്ലതെത്തിക്ക് ഒന്നാമത്തേത് നാം മനസ്സിലാക്കണായ വിഷയ. ഒന്നാമത്തേത് ഒരു പൊതുപറമ്പത്തുക ആ പെണ്ണിനെ പോയിട്ട് നോക്കണു ചൊല്ലതെത്തിക്കല്, അതെത്തിക്ക് ഒന്നാമത്തേത് നാം മനസ്സിലാക്കുള്ള വിഷയം. അവിടെ എത്തിക്കല് ദാമ്പത്യ ജീവനത്തെ പ്രോബ്ലമും സൊല്യൂഷനും രണ്ടും സ്റ്റാർട്ട് ആവും അവിടെ. ഞാൻ സാധാരണ ഒരു പൊതുവന്റെ സ്ഥലത്തേക്ക് എന്താക്കുക, അന്നെ അപ്പുമ്മ നോക്കും, അല്ലെങ്കിൽ പെണ്ണന്മാരുടെ അടുത്ത് നാണയിട്ട് നാ നോക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കോ തീരാ പെണ്ണ് കാണുകൂ അവള് പോണു ആറ് മഹിളാവറാണ് അവളു സ്വത്ത് പെണ്ണിനെ കാണുക ഇത് പോണു ചൊന്നെത്തിക്കല് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ കാണുന്നു, വർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാള് അതാഹു റജുലുൻ ഫഅഖ്ബറഹു അന്നഹു തസവ്വജ ഇംറഅതൻ മിനൽ അൻസാർ. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പറ്റി ചൊല്ലേ അൻസാറിൽപ്പെട്ട ഒരു പെണ്ണിനെ നാം മഹിളാവ് ഇഷ്ടപ്പെട്ടെ, അതായത് ನಾವು മഹിളാവ് നോക്കിര. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് കേൾക്കരെ, അനലത ഇലൈഹ, നീ അവളെ നോക്കിരെ, നീ ആ പെണ്ണിനെ നോക്കിരെ, പെണ്ണ് കാണുമ്പോൾ പോയിരെ? കാലല്ല. അപ്പൊ അയാൾ ചോദിച്ചു, ഇല്ല നബിയെ, ഞാൻ പോയിട്ടില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് ചൊല്ലേ, ഫദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ പോണു ആ പെണ്ണിനെ നീ നോക്കൂ. കാരണം ഫഇന്ന ഫി അഅ്യുനിൽ അൻസാരി ഷൈഅ, അൻസാറിൽപ്പെട്ട പെണ്ണിയന്മാരുടെ കണ്ണിൽ എന്തെങ്കിലും ഉണ്ടോ ചൊത്തു, എത്രമാ ഉണ്ടു ചൊത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഹാബിക്ക് പരിപാടി കൊടുത്തു കാണും. അവിടെ എത്രമാ ഉണ്ട് ചൊല്ലിയത് ഉദ്ദേശിച്ച് തുലമാക്കന്മാർ ചൊല്ല് അൻസാരിയായ പെണ്ണുങ്ങളെ കണ്ണ് ചെറിയതും അതേപോലെ ചില അൻസാരിയായ പെണ്ണുങ്ങൾക്ക് കണ്ണ് കാണ്ടതും കൊറുടി എത്തിക്കല്. അങ്ങനെ എത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരിയായ പെണ്ണുങ്ങളെ കണ്ണിൽ എത്രമാ ഉണ്ടു ചൊത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിക്ക് ചൊന്നു കൊടുക്കരെ. അതേപോലെ ആ പെണ്ണിനെ നീ പോയിട്ട് നോക്കണു ചൊത്തു ആ സഹാബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നത് ഹദീസിൽ നമുക്ക് കാണും. അപ്പൊ പെണ്ണ് പോയിട്ട് നോക്കണു ചൊല്ലത് എല്ലാ തരത്തിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയത്തിക്ക് ഇതാണല്ല. പ്രായത്തിലുള്ള എല്ലാ പെണ്ണും നോക്കുക, ഏത് നോക്കണു, ഏത് പെണ്ണിന് മഹിളാവുക പോണി, ഏത് ഇസ്ലാം അനുവദിച്ചത് ആര് നോക്കണു അത് നോക്കില്ല. അത് അപ്പം വരും. അതേപോലെ പെണ്ണന്മാരെ എടുത്തിട്ട് പിന്നെ അവൾ മഹിളാവും. മഹിളായ ഫസ്റ്റ് രണ്ട് ജാവും പെണ്ണ് നോക്കിയിട്ട് അവള് പിടിക്കില്ല, അവിടെ അങ്ങനെ ആവും തീരാ. സ്വന്തം മഹിളാവും പോണ്ടി പെണ്ണിനെ അവൾ നോക്കണു ചൊല്ലത് എത്തിക്ക് ഇസ്ലാം വഴിപാടില്ല. അല്ലേ ഒരു സാധാരണ ദുനിയാവിലെ ഒരു വിഷയം, ഒരു മൊബൈൽ എടുക്കലേക്കും, ഒരു കാർ എടുക്കലേക്കും, ഒരു ബൈക്ക് എടുക്കലേക്കും, അത് കൊണ്ടുപോയിട്ട് നോക്കുക. അതിലെല്ലാ ടെസ്റ്റും ആക്കുക, എല്ലാ രീതിയിലുള്ള തിരിച്ചും മറിച്ചിട്ടും എല്ലാം നോക്കുക. മാത്രം സ്വന്തം ഇണയാവുക വേണ്ടേ, ദാമ്പത്യ ജീവന നയിക്കുക പോണ്ടേ, അവന്റെ ജീവനത്തെ നെക്സ്റ്റ് എല്ലാ ആറൊട്ടിಗೆ ഏതൊരു പെണ്ണൊട്ടിಗೆ ലൈഫ് ഇതാക്കുക പോണ്ടാണ് അവളെ മാത്രം നോക്കില്ല. അതങ്ങനെ ആവും തീരാ. അവളെ നോക്കണു ചൊല്ലി ഇസ്ലാം പഠിപ്പാട്ട്. ചിലപ്പോ അവളെ അറിയാണ്ട് അവള് ಗೊತ್ತಿല്ലാണ്ട് നോക്കുക ഇസ്ലാം അനുവദിച്ചത്. അവള് ಗೊತ್ತಿല്ലാണ്ട് അവളെ ഫോളോ ആക്കുന്നതും അവളുടെ വിഷയം അറിവതും ഇസ്ലാം അനുവദിച്ചതും പെർമിഷൻ തന്നതും എത്തിക്കരുത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയത്തിക്ക് അല്ലേ. മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു ഖാൽ, ഒരു സഹാബി ചൊല്ലുകേ, ഖതബതു ഇംറഅതൻ, ഒരു പെണ്ണിനെ നാം പൊതു നോക്കിയ അങ്ങനെ ഫജഅൽതു അതഖബ്ബഉ ലഹാ ഹത്താ നളറത് ഇലൈഹാ ഫി നഖ്ലിൻ ലഹാ. ആ പൊതുവന്താമത്തുക അവളെ ನಾನು ഫോളോ ആക്കി, അവള് ಗೊತ್ತಿല്ലാണ്ട് വഞ്ചി വെച്ചിട്ടും അതേപോലെ മർത്തടലും മർത്തടിയിൽ നിന്നിട്ട് ഈത്തപത്തെ മർത്തടിയിൽ നിന്നിട്ട് വഞ്ചി വെച്ചിട്ട് ഞാൻ അവളെ നോക്കി പോയിന്നെ. അപ്പൊ ഒരാൾ വന്ന് ഫഖീല ലഹു, അപ്പൊ ഒരാൾ വന്ന് ഈ സഹാബിയോട് കേൾക്കരെ, അതഫഅലു ഹാദാ വഅൻത സ്വഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹിബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയൈത്ത്, നബിയുടെ അനുയായിയൈത്ത് നിങ്ങൾ ഈ സ്വഭാവക്രമ
ഒരു പെണ്ണ് ಗೊತ್ತಿಲ್ಲಂತೆ ಅವಳು ಫಾಲೋ ಆಗಿತ್ತು ಆ ಮತ್ತಡಿಲನ್ನ ನಿಂತಿಟ್ಟು ಅವಳು ನೀನು ನೋಕುರಮ್ಮ ಚೊತ್ತ ಆ ಸಹಾಬಿ ಕೇಟಪ್ಪ فقال ಆ ಸಹಾಬಿ சொல்றே سمعت رسول الله صلى الله عليه وسلم يقول صلى الله عليه وسلم சொல்றது நான் கேட்றேன் اذا القى الله في قلب امرئ خطبه امراه فلا باس ان ينظر اليها நீங்க ஏதோ ஒரு பெண்ணு பொது வந்துட்டா ஏதோ ஒரு பெண்ணு அன்வேஷண வந்துட்டாங்க ಅವಳು ಗೊತ್ತಿಲ್ಲ ಅವಳು ನಿಂತು ನೋಕುವುದು ஒரு ப்ராப்ளமும் இல்ல சொத்தைக்கு ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் படிப்பாடு ஆனா இசபலு அதுல ஒரு ப்ராப்ளமும் இல்ல அவளை அன்வேஷிக்கிற விஷயம் அவளை அறிவ விஷயம் பின்னொரு ஹதீஸில் ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்றே இதா خطب احدكم امراه நீங்க கூட்டத்தில் ஒரு பெண்ணை பொது வந்துட்டாங்க யாருக்கும் فلا جناح عليه ان ينظر اليها اذا كان انما ينظر اليها لخطبه وان كانت لا تعلم அது നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു പെണ്ണിനെ പൊതു വന്നിട്ടായെങ്കിൽ അവള് ಗೊತ್ತಿല്ലാಂತೆ ಅವಳು നോക്ക അവളുടെ വിഷയം അറിയാം അവളുടെ വിഷയത്തിൽ ಅಂದ್ರೆ ഇൻഫർമേഷൻ എടുക്ക അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച് തന്നതായ ഒരു വിഷയത്തിക്ക് അല്ലാണ്ട് കണ്ടേ ഏതോ ഒരു പെണ്ണിരമ അല്ലെങ്കിൽ ഇനി രാജ്യ പെണ്ണിരമ വഞ്ചി വെച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെ അടിതിന്റെ റസൂലാക്കുന്നില്ല പിന്നെ ഏത് പെണ്ണിനെ പൊതു വന്നതാ ആ പെണ്ണിനെ വഞ്ചി വെച്ചിട്ട് അതേപോലെ അവളറിയാണ്ട് അവൾ എവിടെ പോണ്ടാല് ഏത് ജാഗിക്ക് പോണ്ടാല് ആരൊട്ടിയെ മിങ്കിലാവുറാല് അവളെ മങ്ങിലാക്കുക നിർബന്ധത്തില് മൂത്തു മങ്ങിലാവുറമ അതല്ല സ്വയം ഇഷ്ടത്തിൽ മങ്ങിലാവുറമ ഇതെല്ലാം വിഷയം അറിയുന്നത് അനുവദനീയ തിക്കറ് പെർമിഷൻ തിക്കറ് ഇസ്ലാം തന്നത് ചൊല്ലത് നാം മനസ്സിലാക്കാനായ ഒരു വിഷയത്തിക്ക് അല്ലേ ഇന്നതൊന്നും ഇല്ല അറിയവുമില്ല പിടിക്കുകയില്ല അവര് ചന്ത കണ്ട സത്ത് കഴിത്ത് അല്ലെ പൊതു നോക്കുമ്പോണ്ട് ജഡ്ജ്മെന്റില് ഓക്കെ ചന്തുള്ള ആള് ബെൽപ്പുള്ള ആള് വേറെന്തും വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിക്കല് ഇന്നത്തെ കാലത്തിൽ നമുക്ക് കാണാൻ സാധ്യത അവിടെ എത്തിക്കൊരു പ്രോബ്ലം ഉണ്ട് അവിടെ എത്തിക്കല് എല്ലാ മുഷ്കിലാത്തും പണ്ടേ ചൊല്ലത് ഞാൻ മനസ്സിലാക്കണായ ഒരു വിഷയത്തിക്കൽ അതിനടുത്ത ചന്ത നോക്കണ്ടല്ല അല്ലെ ഒരു പെണ്ണിനെ ചന്ത നോക്കുತ್ತೀರ കാലി ദീനെ നോക്കുന്നു സ്വഭാവം നോക്കുന്നു അങ്ങനെന്തോ അല്ല ഇസ്ലാം ചന്ത നോക്കുകയും പഠിപ്പാട്ടി ഇസ്ലാം ഒരു പെണ്ണിനെ ചന്തത്തെ നോക്കുകയും പഠിപ്പാട്ടി അല്ലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു തുൻകഹുൽ മർഅതു ലിഅർബഇൻ ഒരു പെണ്ണ് മഹിളാവരെ ഒരു പെണ്ണിനെ ആൾമാർ മഹിളാവരെ നാല് വിഷയത്തിൽ എത്തിക്കണം ഒന്ന് ലിമാലിഹ അവളുടെ സമ്പത്തിനെ നോക്കിയിട്ട് വലി ഹസബിഹ അവളുടെ തറവാടിനെ നോക്കിയിട്ട് വലി ജമാലിഹ അവളുടെ ചന്തത്തെ നോക്കിയിട്ട് വലി ദീനിഹ അവളുടെ ദീനിന്റെ അവളുടെ സ്വഭാവത്തെ നോക്കിയിട്ട് മാത്ര നീ എന്താക്കണം അല്ലെ നീ എത്ര പാവത്തവനായെങ്കിലും സമയത്ത നീന് എന്താക്കണം അവളുടെ ദീന് കയറ്റിക്കൊണ്ട് ഇമ്പോർട്ടന്റ് കൊടുക്കണായ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് അപ്പൊ ചന്തത്തെ നോക്കേണ്ട ചൊന്നല്ല ചന്തത്തെ നോക്കിയിട്ട് മയിലാവുക മാത്ര ചന്തത്താണ്ടിയാറ് ഇമ്പോർട്ടന്റ് കൊടുക്കണായ അവളുടെ സ്വഭാവത്തെ കയറ്റിക്കല് അവളുടെ ദീന് കയറ്റിക്കല് അവളുടെ ആ പെരുമാറ്റത്തെ കയറ്റിക്കല് ഇതേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് അല്ലേ അപ്പൊ ഇതിനെ ഗൗരവമായിട്ട് മനസ്സിലാക്കണായ ഒന്നെത്തിക്കല് ഇതെത്തിക്ക് ഒന്നാമത്തേത് ശ്രദ്ധിക്കണായ രണ്ടാമത്തേത് പെണ്ണ് നോക്കിത്തായാൽ പിന്നെ അല്ലെ കൊറിയാന്മാർ പെണ്ണ് നോക്കിത്തായാൽ പിന്നെ അവളുടെ കയ്യിൽ ഒരു മൊബൈൽ കൊടുക്കുക എന്തെങ്കിലും അവളൊട്ടിಗೆ ಚಾಟಿಂಗ್ ಆಗು ಅವಳೊಟ್ಟಿಗೆ ಪಲ್ಕವರಿ ಹೋಗು ಅವಳೊಟ್ಟಿಗೆ ಎಲ್ಲ ರೀತಿಯಲ್ಲಿ ಹರಾಮೈತೆ ಹಾಕು ಅಲೆ ಡೇಟಿಂಗು അതേപോലെ പാർക്കും ബീച്ചും മാളും ഇങ്ങനെയുള്ള പോയിട്ട് എൻഗേജ്മെന്റ് ആക്കി എങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഇടയിൽ കാണാൻ സാധ്യം ഇത് ഓർക്കും മിക്കൂത്തീറ ഇത് ഇസ്ലാം ഹറാമാക്കിയതായി തിക്കല് ഒരു പെണ്ണ് അവളെ മഹിളവരോട് തോന്നു അവൾക്ക് പൽക്കവരിയും തീര അവള് ഹറാം എവിടെ തോന്നു മഹിളവരോട് തോന്നു നിക്കാഹ് അവരോട് തോന്നു കാരണം ഒരു പെണ്ണ് നോക്കിയ സ്ഥലത്തേക്ക് എല്ലാ പെർമിഷനും കിട്ടിട്ട് അങ്ങനെ വിയർപ്പിക്ക് തീരണം കാരണം ആ പെണ്ണ് നോക്കിയ സ്ഥലത്തേക്ക് അവളുടെ മഹിള അവരെ ചൊല്ലുന്ന ഒരു ഗ്യാരണ്ടും ഇല്ല ചിലപ്പോ മൗത്ത് ഏത് സന്ദർഭത്തിലും ആരും വരും അങ്ങനെ ഒരു പെണ്ണ് നോക്കിയ സ്ഥലത്തേക്ക് പിന്നെ അവളൊട്ടിക്ക് പൽക്കറിയ അവളൊട്ടിക്ക് ചാട്ടിങ് ആക്ക അവളൊട്ടിക്ക് എവിടെയും പോവാ ഇത് ഓർക്കും മിക്കൂത്തീറ അവളു മഹിള അവരോട് തോന്നു നിന്റെ അന്യ പെണ്ണൈത്തെ നീ കാണുന്നു ചൊല്ലത് എത്തിക്കല് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ വിഷയ ചൊല്ലി നാം മനസ്സിലാക്കും അതേപോലെ പിന്നൊരു വിഷയ ആണിയെ ശ്രദ്ധിക്കണായത് മഹിള ആയിൽ പിന്നെ അള്ളാഹുള്ള ബന്ധത്തെ കൊടുത്തിയതാ കുറെ ആൾമാർ അങ്ങനെയുള്ള അല്ലേ മഹിള അവരോടത്തോളം നല്ല തത്വത്തിലും
നിസ്കാരവും നോമ്പും അതേപോലെ നല്ല താടി നീട്ടിട്ടും അതേപോലെ നെറിയാണ്ട് മേലെ ഡ്രസ് ഇട്ടിട്ടും നല്ല അള്ളാഹുമായുള്ള ബന്ധത്തിൽ അമൽ സ്വാലിയാത്തിക്ക് മഹിളയിൽ പിന്നെ എല്ലാ ഇതും പോണം. മഹിളയിൽ പിന്നെ അള്ളാഹുള്ള ബന്ധം കൊണ്ടു തഖ്വ ഇല്ലാണ്ടവര് ഈമാൻ ഇല്ലാണ്ടവര് താടി കടിച്ചിട്ട് നടക്കേ നെറിയാണ്ട് മേല് ഡ്രസ് ഇട്ടത് ആ ഡ്രസ് ഇട്ടത് പിന്നെ കീഴ് പോണ്ടേ അങ്ങനെ ആവുത്തീറ അല്ലേ. ബണ്ട് പെണ്ണ് എന്തിനാ താടി ഒന്ന് പഠിക്കോ അല്ലെങ്കിൽ താടി കട്ടാക്കോ അപ്പൊ ഉള്ളിൽ പഠിക്കാൻ എന്താക്കേ താടി കട്ടാക്കി. അതേപോലെ നെല്ലിയാണ്ട് മേൽ ഡ്രസ് ഇട്ട് നിന്നെങ്കിൽ ഈ നെല്ലിയാണ്ട് മേൽ ഡ്രസ് അല്ല നക്കിഷ്ടാവില്ല. നിങ്ങൾ അതൊരു കീഴിടൊരു ചൊന്ത ആ പെണ്ണ് ചൊല്ലുമ്പോ ഓൺ അതേപോലെ ആക്കേ. ഇസ്ലാമിന് വിരുദ്ധമായിട്ട് അള്ളാഹുമായുള്ള ബന്ധത്തെ കട്ടാക്കേ. ഇത് സർവ്വസാധാരണ യാറത്തെ ബാലക്കാർമാരിൽ കണ്ടതായി ഒരു വലിയ അപകടം എത്തിക്കുന്നത്. ഇതൊർക്കും വിക്കൂത്തിയത ഞങ്ങൾ എത്രത്തോളം അള്ളാഹുവിനൊട്ടിಗೆ ബന്ധ കാട്ടുറാമ എത്രത്തോളം ഞങ്ങൾ അള്ളാഹുടെ അനുസരിക്കാമ അത്രത്തോളം ഞങ്ങളെ കീഴുള്ളവ ഞങ്ങളെ അനുസരിക്കാറ് ചൊല്ലത് എത്തിക്കറ് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ട് ഉലമാക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടാണ് അല്ലേ. ഞങ്ങൾ എത്രത്തോളം അള്ളാഹുവിനൊട്ടിಗೆ ബന്ധ വയ്ക്കുക അത്രത്തോളം ഞങ്ങളെ കീഴുള്ളവ ഞങ്ങളെ അനുസരിക്കുക. അതായത് ഞങ്ങളെ പെണ്ണായി ഞങ്ങളെ മക്ക എപ്പ ഇസ്സത്ത് ഇല്ലാണ്ടവര് അള്ളാഹുട്ടിക്കുള്ള ബന്ധ മുറിയം വൈത്തിക്കർ നമുക്ക് ഇസ്സത്ത് ഇല്ലാണ്ടവര്. കുറെ ആൾമാർക്ക് സമൂഹത്തിൽ നല്ല ഇസ്സത്തിക്ക് സമൂഹത്തിൽ നല്ല റെസ്പെക്ട് ഔത്തുള്ളിൽ ഒരു റെസ്പെക്ട് വെക്കില്ല. ഔത്തുള്ളിൽ പെണ്ണേക്കാവട്ടു അല്ലെ മക്കാവട്ടു ഔട്ടൊട്ടിക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല ഒരു ഇസ്സത്തും ഇല്ല. എന്റെ അള്ളാഹുട്ടിക്കുള്ള ബന്ധത്തെ കട്ടാക്കിയ സമയം അള്ളാഹുടെ ബന്ധം എത്രത്തോളം ഞങ്ങളുടെ അത്രത്തോളം ഞങ്ങളെ പെഞ്ഞായി ഞങ്ങളെ മക്കും ഞങ്ങളെ അനുസരിക്കാറ് ചൊല്ലത് എത്തിക്കറ് ഉലമാക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പാണ്. അതില് ഷെയ്ഖ് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അയാളുടെ വിഷയത്തിൽ ഒരു സംഭവം നമുക്ക് കാണാൻ സാധ്യമാവും. അതായത് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾക്ക് ജിന്നുബാധ ഏറ്റിട്ട് ജിന്നുബാധ ഏറ്റ് ഒരാളുടെ തടിക്ക് ജിന്ന് സേരി. അപ്പൊ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അയാളൊട്ടിಗೆ ആൾമാർ ബന്ധു ചൊന്നാറ് ഇന്ന ആളുകൾ ജിന്നുബാധയിൽ ഒരാൾക്ക് ജിന്ന് ബാധിച്ചത്. അപ്പൊ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അയാളുടെ ചെറുപ്പെടുത്തിട്ട് അങ്ക് കൊടുത്തു ചൊല്ലുക ഇത് പോയിട്ട് അയാൾക്ക് കാട്ടുള്ളൂ ആ ജിന്നിന് കാട്ടുള്ളൂ. ഇത് അഹ്മദ് ഇബ്നു ഹംബൽ ഹൃദയത്തിക്ക് ഈ തടിയുടെ പോണു ചൊന്തു അവിടെ ചൊല്ലൊരു ചൊന്തു ആ ആൾമാരിൽ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അയാളുടെ ചെറുപ്പ് കാട്ടിക്കൊടുത്തു. അങ്ങനെ ഈ ആൾമാരിൽ ഈ ചെറുപ്പെടുത്തപ്പോഴത്ത് ആ തടിയിലുള്ള ജിന്നൊട്ടി ഇത് അഹ്മദ് ഇബ്നു ഹംബലിന്റെ ചെറുപ്പത്തിക്ക് നീ ഊടിന്റെ പുറത്തു പോണു ഈ തടിയുടെ പുറത്തു പോണു ചൊന്തു ചൊന്നപ്പ ആ ജിന്ന് തടിയുടെ പുറത്തു പോണ്ടത് എത്തിക്കറ് കാട്ടി അല്ലേ. അതിൽ പിന്നെ ഷെയ്ഖ് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അയാൾ വഫാത്തായി പിന്നെ വാപ്പസ് അതേ ആളിലെ തടിക്ക് അതേ ജിന്ന് പത്ത് സേർ. അപ്പൊ ഇത് സേറിയപ്പ അന്റെ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അയാളുടെ ചെറുപ്പ് കാട്ടി പോലമേ ആ ആൾമാരുടെ ഉള്ള ഒരാള് എന്താക്കിട്ടതാ ഇത് അഹ്മദ് ഇബ്നു ഹംബലിന്റെ ചെറുപ്പത്തിക്ക് ചൊന്തു അങ്ങനെ കാട്ടിത്താമത്തുകു ആ ജിന്ന് ചൊല്ലറേ പൽക്ക അഹ്മദ് ഇബ്നു ഹംബൽ അല്ലാഹുവിനെ അനുസരിച്ച് യഥാർത്ഥ മുത്തബിഉസ് സുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ ഫോളോ ആക്കും അല്ലാഹുവിനെ അനുസരിച്ച് പേടിച്ച് ജീവിച്ച ഒരാളെ എത്തിക്കര് അയാളെ അനുസരിക്കുകയും ഞങ്ങളൊട്ടി അല്ലാഹു കൽപ്പനാക്കി തരുന്നത് അയാളെ അനുസരിക്കുകയും ഞങ്ങളൊട്ടി അല്ലാഹു കൽപ്പന ഇപ്പൊ ആരെ അനുസരിക്കുന്നില്ല ആ ജിന്ന് ചൊല്ലറ പൽക്ക. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി അയാളുടെ കിതാബിൽ എഴുതി വെച്ചതായ സംഭവം എത്തിക്കര് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നില്ലേ അള്ളാഹുട്ടിಗೆ ഞങ്ങൾ എത്രത്തോളം ബന്ധ സ്ഥാപിക്കറമ അള്ളാഹുട്ടിಗೆ ഞങ്ങൾ എത്ര അനുസരണ കാട്ടറമ അത്രത്തോളം ഞങ്ങളുടെ ചുറ്റുപാടത്തിലുള്ള ഏത് വസ്തു ഞങ്ങൾക്ക് ഇസ്സത്ത് കാട്ടറ് ഞങ്ങൾക്ക് ഇസ്സത്ത് തണ്ട് ഞങ്ങൾക്ക് റെസ്പെക്ട് തണ്ട് ചൊല്ലത് എത്തിക്കറ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ലേ. അപ്പൊ അത് ഞങ്ങളെ പെണ്ണായാലും ഞങ്ങളെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് ഇസ്സത്ത് വേണ ഞങ്ങൾക്ക് റെസ്പെക്ട് വേണ ഞങ്ങൾ അള്ളാഹുട്ടിക്കുള്ള ബന്ധത്തെ കുറയ്ക്ക കുത്തിയറ അള്ളാഹുട്ടിക്കുള്ള ആ ഒരു ബന്ധത്തെ നിലനിപ്പാട്ടവും അതിനെ അനുസരിച്ച് ജീവിക്കുകയും ഞങ്ങൾ ആയത്തരം കോശിഷാക്കുന്നു ചൊല്ലത് എത്തിക്കറ് മനസ്സിലാക്കുന്നില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്നപോലെ മൻ ആമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ആര് ആണാവട്ടു പെണ്ണാവട്ടു നല്ല നല്ല അമൽ സ്വാലിഹത്ത് ആക്രാറുണ്ടായെങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ അൻക്ക് നല്ല ഒരു ഹയാത്ത് നല്ല ഒരു ജീവന ഞാൻ അൻക്ക് കൊടുക്കുക ചൊല്ലുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. ആ അല്ലാഹുവിനെ അനുസരിച്ച് അമൽ സ്വാലിഹത്ത് ആക്രാറുണ്ടായെങ്കിൽ അത് ദാമ്പത്യ ജീവനാവട്ടു ഏത് ജീവനത്തിലും നല്ല ഒരു ജീവനം നമുക്ക് കിട്ടുക ചൊല്ലത് എത്തിക്കല് ഞാൻ മനസ്സിലാക്കുകയുള്ളൂ.
അതേപോലെ മൂന്നാമത്തേത് ആണിയും ശ്രദ്ധിക്കണായത് മങ്ങിലായാൽ പിന്നെ കുറെ ആൾമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്. എതിരെ മങ്ങിലായാൽ പിന്നെ അപ്പം മറട്ടിക്കുള്ള ബന്ധത്തെ കട്ടാക്കറ, അപ്പം മറട്ടിക്കുള്ള ആ ഒരു നല്ലത് എന്താക്കറേ, അവരൊട്ടിക്കുള്ള ബന്ധം അവരൊട്ടിಗೆ നല്ലതാക്കുന്നതും അത് കട്ടാക്കരുത്. അത് ഓർക്കും മിക്കൂത്തീറ ആണിയെ ശ്രദ്ധിക്കണായ ഒരു വിഷയത്തേക്ക് അപ്പം മറട്ടിಗೆ നല്ലതിൽ എല്ലാ സമയത്തും ഏത് സന്ദർഭത്തിലും അത് മങ്ങിലാവാണ്ടിക്കട്ടെ. എത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളമാ, അതേപോലെ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളമാ ആ ജീവിതത്തിൽ എപ്പോഴും അപ്പുമ്മരൊട്ടിಗೆ ഇസ്സത്ത് കാട്ടുകയും അതേപോലെ അപ്പുമ്മരെ നല്ല രീതിയിൽ നോക്കുകയെത്തിക്കല് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടുന്നതായ വിഷയ. പിന്നീട് പൽകെടുത്ത് അപ്പുമ്മരെ ദൂരാക്കരുത, അല്ലെങ്കിൽ അപ്പുമ്മരെ ഇസ്സത്തില്ലാണ്ടാക്കരുത, അപ്പുമ്മരെ പൽകെ കാട്ടിക്കരുത. ഓർക്കും ആണുകൾക്കും തീരാത്ത ഒരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ ചെന്ന പോലെ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, നിങ്ങൾ അവരൊട്ടിಗೆ ചാച്ചൊല്ലിರೋ പൽಕೆ സമയത്ത് ചൊല്ലുകുത്തീറ, അവരൊട്ടിಗೆ നിങ്ങൾ അർസത്തിലും ഉണ്ടുകുത്തീറ. ഇത് മഹിളാവൃത്തോൾ മാത്രം ചൊത്ത് അല്ലാഹു ചൊന്നറ അല്ല. ഞങ്ങളെ ലൈഫ് ടൈം ഇടി എത്രത്തോളം ഞങ്ങൾ ജീവിക്കണം അത്രത്തോളം മഹിളായിൽ പെണ്ണും അത് കാത്തു സൂക്ഷിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അല്ലേ, പുതിയൊരു പെണ്ണ് വന്നാൽ ഞങ്ങൾ ജീവിതത്തിൽ അവരുടെ അപ്പുമ്മരെ ദൂരം വെക്കുക, അതനുസരിച്ചിട്ട് ഞങ്ങൾ പ്രവർത്തിക്കേ, അതനുസരിച്ചിട്ട് അപ്പുമ്മരെ ഞങ്ങൾ ദൂരാക്കേ. അത് ഓർക്കും മിക്കുക തീരാത്ത ഒരു വിഷയത്തിക്കല്, അന്ന ഗൗരവമായിട്ട് ജാഗ്രതാക്കണായ ഒരു വിഷയത്തിക്കല്. അല്ലേ, അപ്പുമ്മ അങ്കിയപ്പം നീന് ഒരു മോണയെത്തിക്കറ, നീ മങ്ങിലായി എത്രയും വലിയായിരുന്നു അപ്പുമ്മക്ക് നീനൊരു മോണയെത്തിക്കറ. ആ മോണു ആക്കുണായ ബാധ്യത അപ്പുമ്മക്ക് എതിരുള്ള ബാധ്യത ഉണ്ട്, അത് എല്ലാം നീ ആക്കി തീർക്കൊന്നു ചൊല്ലതെത്തിക്കുന്ന ഇസ്ലാം പഠിപ്പാട്ട്. പ്രത്യേകിച്ച് ഗൾഫിൽ ജോബ് ആക്കിറങ്ങ ശ്രദ്ധിക്കണായ ഒന്ന് എത്തിക്കല്. അല്ലെ, ഗൾഫിൽ ജോബ് ആക്കിറങ്ങ അങ്ങനത്തെ കാര്യം പെഞ്ഞേക്ക് മാത്രം ഫോൺ ആക്കില്ല, അപ്പുമ്മക്ക് ഫോൺ ആക്കില്ല, അപ്പുമ്മക്ക് കോൾ ആക്കില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ അപ്പുമ്മരെ മനസ്സ് ചുറുമുറും, അപ്പുമ്മരെ മനസ്സിൽ ഒരു ബേജാറുണ്ട്. ആ ബേജാറ് ചിലപ്പോ ദുനിയാവ് ഷാപ്പായിട്ട് പോകും ചൊല്ലത് ഗൗരവമായിട്ട് പേടിക്കനായ ഒരു വിഷയത്തിക്കൽ. അള്ളാഹുവിന്റെ അദാബ് വേണ്ടതിരെ ഗൗരവമായിട്ട് ഞങ്ങൾ സൂക്ഷിക്കനായ ഒരു വിഷയത്തിക്കൽ. അല്ലേ അല്ലേ ഞങ്ങളുടെ ചുറ്റുപാടിലെല്ലാം അത് കാണുന്നതായ ഒന്നല്ലേ. ഇപ്പൊ കേരളത്തില് കന്യ വൃത്തികൾ മുതലും ഒരു മോണും അപ്പക അടിച്ചു കൊന്നത് ഞങ്ങൾ കണ്ട. അല്ലേ, ഞങ്ങൾ ന്യൂസിൽ കണ്ട അപ്പക സ്വന്തം അപ്പക അടിച്ചു കൊള്ളുക. എന്തെങ്കിലും വൃത്തികൾ ഇപ്പൊ ചെറുകാലം എന്നോളൂ ഒരാണ് ഉമ്മക അടിക്കരുത്. അല്ലെ, ഉമ്മക അടിക്കരുത്. ഞങ്ങ വീഡിയോ നോക്കി എന്തൊരവസ്ഥ ഇത്. സ്വന്തം ഉമ്മ കഷ്ടവന്ത് ഒലിമതിങ്ങൾ ബൈത്തിൽ വെച്ചിട്ട് അതിൽ പിന്നെ ആ പെത്തൽ പിന്നെ എത്രമാ കഷ്ടവന്ത് ബല്യാക്കിത്ത് നല്ല ബാലക്കാരാക്കിത്താകുക. ബാലക്കാര ഉമ്മ കഴിക്കുന്ന അവസ്ഥ എന്തൊരു ശോചനീയമായ എന്തൊരു ഖേദകരമായ ഒരു അവസ്ഥ എത്തിക്കുന്നത് ഞങ്ങൾക്ക് സമൂഹത്തിൽ കണ്ടുകൊള്ളി. അല്ലേ, അപ്പുമ്മരെ വിലപിടില്ല. അപ്പൊ അത് മഹിളായിൽ പിന്നും ഞങ്ങ ശ്രദ്ധിക്കണായതെത്തിക്കല്, അത് ഞങ്ങൾ ഗൗരവമായി താഴ്ചനാക്കണായതെത്തിക്കല്. അതിന്റെ കൊറിയാന്മാർ എന്താക്കുക മഹിളായിൽ പിന്നം അപ്പുമ്മരെ പേരോലേക്ക് പിന്നെ നോക്കുക അതും മിക്കോത്തീറ. ഇത് നല്ല ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒന്ന് എത്തിക്കല്. കൊറിയാന്മാര് മഹിളായിൽ പിന്നെ അപ്പുമ്മരെ വിട്ടെറിഞ്ഞുകൊണ്ടാണ് അതാവുത്തീറ. കൊറിയാന്മാർ മഹിളായിൽ പിന്നെ മഹിളായിൽ പിന്നും അപ്പുമ്മരെ നീട്ടിക്കേക്കര് പെഞ്ഞായിക അല്ലെങ്കിൽ മക്ക ടൈം സ്പെൻഡ് ആക്കാൻ നിൽക്കര് അതും മിക്കോത്തീറ. അപ്പുറം ചായ തീറ ഇപ്പുറം ചായ തീറ രണ്ടും ഒരേപോലെ നല്ല രീതിയിൽ കുമ്പോണ കയറ്റിക്കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കൊണ്ടായി അതെത്തിക്കല്. മൂന്നാമത്തെ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കൂ. നാലാമത്തേത് ശേഷിച്ചേ പെഞ്ഞായാലും ഉമ്മരും ഒരേ ബാലൻസ് കുമ്പോണം. അല്ലെ, കുറെ മങ്ങിലായി പിന്നെ പെഞ്ഞായി പറയുമ്പോ ഉമ്മക്ക് എന്താ പറയുക മർമ്മോലൊട്ടിക്ക് അസബണ്ട് ഒരേ വിഷയത്തിൽ ആ തിക്കര് സ്വാഭാവിക തിക്കര് ഉമ്മരെ മനസ്സിലെന്തേ നന്റെ മോണും അവನು ನಂಗೆ ಇಟ್ಟು ದೂರ ಅವಡಾನ ಈ ಬೆನ್ನು ದೂರ ಹಾಕಲ್ಲ അങ്ങനത്തെ ഒരു പേടി സ്വാഭാവികമായിട്ട് മിക്കത്. അപ്പൊ ഉമ്മരും അതേപോലെ പെണ്ണേരും നടുവിൽ ബാലൻസ് ആയിട്ടിക്കോളും. ജണ്ടാലും പിർസ കാട്ടുற പോലെ ജണ്ടാലും ഒരേപോലെ നോക്കുற പോലെ ജണ്ടാലത്തിലും ന്യായം ജസ്റ്റിസ് കാട്ടുற പോലെ ഇക്കോളും. അല്ലാണ്ട് ഒരു ഭാഗത്ത് മാത്രം ചായര് അല്ലെ, ഒന്നാ പെണ്ണേരുടെ ഭാഗത്ത് ചായര് ഇല്ലെങ്കിൽ ഉമ്മയുടെ ഭാഗത്ത് ചായര് അങ്ങനെ ഇക്കും തീരാ ചുറ്റിക്കറ് ഇസ്ലാം ഞങ്ങൾക്ക് വെളിപ്പാട്. രണ്ടും ഒരേപോലെ ഞങ്ങൾ നോക്കോളൂ. അതെത്തിക്കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണായി. കാരണം ഇബ്ലീസ് എല്ലാ രൂപത്തിലും കുടുംബ ബന്ധം മുറിക്കുകയെത്തിக்கிறവൻ ശ്രമിക്കരുത്.
ഇബ്ലീസിന് അതിനായിട്ട് വലിയ ഇഷ്ടം വേറെ ഇതൊന്നുമില്ല. അപ്പൊ എന്റെ ഒരു ചെറിയ ഇത് പറഞ്ഞ സ്ഥലത്തേക്ക് ഉമ്മരെ മനസ്സിൽ ഒരു സംശയം ഇട്ട് കൊടുക്കേ മർമോലിന്റെ വിഷയത്തിൽ അല്ലെ മർമോലു ഉമ്മരെ എന്റെ ഒരു പൽക്ക അത് വലിയൊരു പൽക്കാക്കിട്ട് അങ്ങനെ ഇബ്ലീസ് എന്താക്കി ഇട്ട് കൊടുക്കണം. അപ്പൊ അതുക്കുള്ള ഒരു ചാൻസ് കൊടുക്കാണ്ട് ഉമ്മരും അതേപോലെ പെഞ്ഞേര് ഒരേ ലെവലില് പിർസാക്കും ഒരേപോലെ അതിനെ കാണുന്ന ശ്രദ്ധിക്കും. ഷെയ്ഖ് അതുക്കുള്ള ഒരു സൊല്യൂഷൻ എന്താ ചൊല്ലേ ഉമ്മര് ഒന്നാമത്തത് ഉമ്മര് നേച്ചർ മനസ്സിലാക്കണം. ഉമ്മര് നേച്ചർ എങ്ങനെ ആ നേച്ചർ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് പെഞ്ഞേരൊട്ടിಗೆ പറയും. കുറെ ആൾമാര് ഉമ്മരെതുള്ള പെഞ്ഞേരെ പിർസാക്കുമ്പോ ചില ഉമ്മമാർക്ക് ഇതാവില്ല. അപ്പൊ പെഞ്ഞേരെ പിർസാക്കുകളുടനെ പിർസാക്കും ഉമ്മരെതുള്ളും അബ്ബരെതുള്ളും അതേപോലെ ഫാമിലിയിലെതുള്ളും അവിടെ എന്തേ പിർസത്തെ നല്ല പൽക്ക അങ്ങനത്തെ കുത്തിയതാണ്. അപ്പൊ ചിലപ്പോ അത് ഇഷ്ടാവില്ല. അങ്ങനത്തെ എന്താക്കും നമ്മൾ മനസ്സിലാക്കി വെക്കും. അതേപോലെ പെഞ്ഞായിരെ വിഷയത്തിൽ ഹുസ്നുൽ തന്നെ വെക്കും, നല്ല തന്നെ വെക്കും. ഇപ്പൊ ചിലപ്പോ ഉമ്മ എന്താക്കുന്നത് മോണ്ടൊട്ടിക്ക് ചൊല്ലി നിന്റെ പെഞ്ഞായി അങ്ങനെ നിന്റെ പെഞ്ഞായി ഇങ്ങനെ. അപ്പൊ കേട്ട സ്ഥലത്ത് വിട്ട് പെഞ്ഞായിരൊട്ടി കലട്ടാക്കലല്ല. എന്തിനെ യാഥാർത്ഥ്യ ചൊത്ത് മനസ്സിലാക്കിയിട്ട് നല്ല ആ ഒരു രീതിയിൽ അതിർതായ ആ സ്വഭാവത്തിൽ നല്ല രീതിയിൽ എന്താക്കുന്നു അങ്ങോട്ടേക്ക് പെരുമാറുന്നു അങ്ങോട്ടേക്ക് ഇക്കോണു ചൊത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാണ് അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെന്നേ ഒരു പെണ്ണായോളും അവളും ആണ്ട് ബാറിനുള്ളിലും ഉണ്ടാക്കപ്പെട്ടവളും ബാറിനുള്ളിലേക്ക് തെല്ലു ബെണ്ടിക്ക് അത് വർക്കലിനെ ബെണ്ടാക്കും അത് വർക്കലിനെ സ്ട്രൈറ്റ് ആക്കി പോയെങ്കിൽ അത് കട്ടാവും. ഇനി അതിൽ അങ്ങനെ വിട്ടുവെച്ചെങ്കിൽ അത് ബെണ്ടായോണ്ടേ പോകും. അപ്പൊ ബേന്മായുടെ ഉപദേശാക്കളും ബേന്മായ രീതിയിൽ ബേന്മായ അവസ്ഥയിൽ അതിനെ കൈകാര്യാക്കളും ചൊത്തേത്തിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴിപാട്ടി തന്നത് കാരണം ഇത് ഞാൻ മനസ്സിലാക്കുന്ന നാലാമത്തെ വിഷയം. അഞ്ചാമത്തേത് ശേഷിച്ചല്ലേ ഇബാദുൽ വാലിദൈനി ഖദറുൽ മുസ്തതാഅതു അനിൽ മുശ്കിലാത്തി ബൈന സൗജിയ. മാപ്പിള പെണ്ണേരെ നടുലുള്ള എന്തെല്ല പ്രോബ്ലംസ് ഉണ്ടാ ആ പ്രോബ്ലം അബ്ബ ഉമ്മറൊട്ടിಗೆ ചൊല്ലുತ್ತೀರಾ. ചിലപ്പോ മാപ്പിള പെണ്ണേരെ നടുലും എന്തിരിക്കും ചില പ്രോബ്ലമിക്ക് ചില പൽക്കമുണ്ട്. ആ പൽക്കത്തെ എടുത്തു പോയിട്ട് അബ്ബ ഉമ്മട്ടി ചൊല്ലേ അല്ലെ. അത് ആണ് ഇക്കുകുന്തിയ പെണ്ണുകും ഇക്കോത്തിയ അല്ലെ. ഉമ്മറൊട്ടിಗೆ പോയിട്ട് അവൾ അങ്ങനെ അയക്കാം അവൾ ഇങ്ങനെ അയക്കാം അല്ലെങ്കിൽ പെഞ്ഞായി പോയിട്ട് അവളുടെ ഉമ്മറൊട്ടിಗೆ പോയിട്ട് അയാൾ ഇങ്ങനെ ആക്കിയിട്ട് അയാൾ അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനത്തെ പ്രോബ്ലം അപ്പ ഉമ്മറൊട്ടിಗೆ പോയി ചൊല്ലുന്നത് അതെന്താവും അത് തലാഖിಗೆ എത്തുകൊണ്ടു അത് തലാഖിಗೆ പോന്നുകൊണ്ട് ചൊത്തിക്കല് ഷെയ്ഖ് കൂടെ നമുക്ക് പഠിപ്പാട്ട്. കാരണം സ്വാഭാവികമായിട്ടും ഒരു അബ്ബക്ക് ഒരു ഉമ്മക്ക് അവിടെ മോണ്ടൊട്ടിಗೆ എത്തിക്കല് ആരംഭിച്ചിരിക്കുക. അപ്പൊ പെഞ്ഞായി അവര് ഉപദ്രാക്കളെ ചൊല്ലുമ്പോഴത്തേക്കും അപ്പൊ അവിടെ എന്താവും ഒരു ഭാഗത്തിന് ചായ കൊണ്ടാണ്. അതേപോലെ പെണ്ണുറൊട്ടിയും അപ്പുമ്മക്ക് നല്ല ബസ്സിക്കല്. അപ്പൊ ഈ പെഞ്ഞായാലും അപ്പുമ്മറൊട്ടിക്ക് എന്തേ ഒരു പ്രോബ്ലം ചൊല്ലുമ്പോഴത്തേക്കും അവിടെ മർമോണ്ടൊട്ടിക്ക് തെരയോട് ഇത് കണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ ഓർക്കും ഇക്കോ തീരാത്ത വിഷയത്തേക്ക് മാപ്പിള പെഞ്ഞായി നടുവിൽ എന്തെല്ലാം പ്രോബ്ലം ഉണ്ടാവും അതിൽ ആയത്ര അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി അങ്ങനെ സമാക്കൊള്ളാണ്ട് അതിനെ പറത്തിടുക അല്ലെങ്കിൽ അതിനെ അപ്പുമ്മറൊട്ടിക്ക് പോയി ചൊല്ലുക തീരാ അതും ഞങ്ങൾ ശ്രദ്ധിക്കൊള്ളായ രീതിക്ക് ചൊത്തേത്തിക്കല് ഷെയ്ഖ് കൂടെ ഞങ്ങൾക്ക് വഴിപാട്ടി തന്നു. അപ്പൊ ഇങ്ങനെ കുറെ വിഷയ ഞാൻ മനസ്സിലാക്കണം. ആണായെ ഒരാള് ശ്രദ്ധിക്കൊണ്ടായി ചൊമ്മത്തെ വിഷയ ഈ റിസാലില് ഷെയ്ഖ് നമുക്ക് പഠിപ്പാടുന്നുണ്ട്. ഇനിയും ഒരുപാട് എത്രമാ ഇമ്പോർട്ടന്റ് ആയ വിഷയ മർമ്മഭാഗത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. ഇനിയും എത്രമാ ഇമ്പോർട്ടന്റ് ആയ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുകൊണ്ടു ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഖുതുബത്തിൽ അത് നമുക്ക് പൽക്കറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവന നടത്തുന്നതായ അതേപോലെ നേരായ മുഅ്മിനായ ആൾമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കുക. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in wa man tabi'ahum bi ihsan ila yawmiddin amma ba'd. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കുന്ന ജന്തു ഇനർക്കനാണ് വേണ്ടി വസിയത്താക്കുക ഉപദേശിക്കുക. അല്ലാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കുക. ഞങ്ങൾ പഠിച്ച പോലെ പുതിയ ഒരു വർഷ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഒന്നാമതായി നാം മനസ്സിലാക്കുന്നില്ലേ 2021 ചൊല്ലുന്നത് ഒരു മുസ്ലിമരുടെ ജീവിതത്തിൽ പുതിയ വർഷമല്ല. ഒരു മുസ്ലിമുക്ക് പുതിയ വർഷം ഏത് ഹിജ്റ എത്തിക്കുക അല്ലെ. ഹിജ്റ വർഷം എത്തിക്കുന്ന പുതിയ വർഷം 2021 ചൊല്ലുന്നത് യഹൂദിമാര് ജൂതന്മാര് അങ്ങ പാശ്ചാത്യ ആൾമാര് അങ്ങ എന്താക്കിയ ഈ
ഒരു അവസ്ഥയിൽ സമൂഹത്തെ എത്തുമാക്കിയാണ് ചൊല്ലുന്നെത്തിക്ക് ഒന്നാമത്തെ നാം മനസ്സിലാക്കുള്ളൂ. ഇംഗ്ലീഷ് ക്യാലണ്ടറിൽ വ്യാപകമായിട്ട് ആൾമാറുന്ന യാറെ പ്രചാരാക്രം പോലെ ആക്കിയതാണ്. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടു ഈ ഒരു വർഷത്തെ ഞങ്ങൾക്കും ചിലപ്പോ പുതിയ വർഷമായിട്ട് ഞങ്ങൾ കാണാം. മാത്രം അവിടെ ഞങ്ങൾ പുതിയ വർഷ ചൊല്ലൂല് ആ ഹാപ്പി ന്യൂ ഇയർ അല്ലെ അങ്ങനെ ആഘോഷിക്കരുത്. ഓർക്കും തീരാ മുസ്ലിമായ ഞങ്ങൾ ആഘോഷിക്കുകയില്ല. കുഫാർമാർ കാഫിർമാർ എത്തിക്കാറ് അത് ആഘോഷിക്കാറ്. ഞങ്ങൾക്ക് ഓർക്കും അങ്ങനെ ആഘോഷിക്കുകയില്ല. കാരണം ഞങ്ങൾ ആചരണാക്കുന്നതിന് ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞുപോയിട്ട് പുതിയ ഒരു വർഷം എത്തിക്കുന്നത് ഞങ്ങളുടെ ജീവനത്തിൽ വേണ്ടേ എപ്പ മരിപ്പ് പണ്ട് ഞങ്ങൾക്ക് ചൊല്ലുക സാധ്യമില്ല. ഒരു വർഷം ഞങ്ങൾ മരിപ്പ് മുട്ട എത്തിയ ചൊല്ലതെത്തിക്കുന്നത് നാം മനസ്സിലാക്കുകയില്ല. കഴിഞ്ഞ വർഷം 2020 സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 2020 എൻഡിങ് ആകുമ്പോഴത്തേക്കും എത്ര ആൾമാർ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയാ അല്ലേ? നന്റെ വെലമ്മ, നന്റെ കാക്ക, അതേപോലെ തന്നെ ഞങ്ങളുടെ ചുറ്റുപാടുള്ള എത്ര ആൾമാർ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയാ. അതേപോലെ ഇനി ഈ 2021 പറയുമ്പോഴത്തേക്കും ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ഞങ്ങൾ എൻഡിങ് എത്തുമ്പോഴത്തേക്കും ഞങ്ങൾ ഇക്രമ ഞങ്ങൾക്ക് വിടില്ല. അപ്പൊ ഞങ്ങൾ ആലോചനാക്കുളായ ഒരു വർഷം ഞങ്ങൾ ആലോചനാക്കുളായ ഒരു വിഷയത്തിക്ക് ഇത്. അതേപോലെ ഒരാൾമാർ വിശ്വാക്കുക ഹാപ്പി ന്യൂ ഇയർ അല്ലെ അങ്ക് ഞങ്ങൾ വിശ്വാസ വിഷയത്തിൽ ഉലമാക്കൾ പറയുന്നത് ചൊല്ലി ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സ്വാലിഹ് അൽ ഉസൈമീൻ ഹഫിദഹുല്ലാഹ് റഹ്മഹുല്ലാഹ് അയാൾ ചൊല്ലി കുഫാർമാർ ആഘോഷിക്കുന്ന ന്യൂ ഇയർ അതിൽ ഞങ്ങൾ വിശ്വാസണ്ടായെങ്കിൽ അങ്ങനെ ആഘോഷത്തിൽ തന്നെ തൃപ്തിപ്പെട്ട പോലെ എത്തിക്കുക. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആഘോഷത്തിൽ തൃപ്തിപ്പെട്ടിട്ടായെങ്കിൽ ചിലപ്പോ ഇസ്ലാമിലെ ഞങ്ങൾ പുറത്തുകൊണ്ടങ്ങാവുക. അപ്പൊ ഗൗരവമായിട്ട് ഞങ്ങൾ പേടിക്കും. ഇന്ന് മുസ്ലിംകൾക്ക് അതൊരു വലിയ വിഷയമേ അല്ല അല്ലെ? 6 കണ്ണിങ്ങോ ഹാപ്പി ന്യൂ ഇയർ ഉണ്ടാക്കുന്നത് വിശ്വാസം ഒർക്കും അത് ഇക്കു തീരാത്ത ഒരു സ്വഭാവം എത്തിക്കരുത്. ഞങ്ങളത് ജാഗ്രതാക്കണായ ഒരു വിഷയം എത്തിക്കരുത് അത് ഞങ്ങൾ മനസ്സിലാക്കും. ഒന്ന്. രണ്ടാമത്തേത് ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ 2020 എന്താക്കുക കുറെ ആൾമാർ ദൂര 2020 ನಾಲ್ಕ ವರ್ಷ 2020 ಕೊರೋನಾದ ವರ್ಷ ಎಂದೊರು ಮುಸೀಬತ್ತರ ವರ್ಷ അങ്ങനെ ദൂരിത്ത് പൽക്കവരെ നമുക്ക് കാണാൻ സാധ്യവും. അത് മുസ്ലിംറനോ അതിൽ എന്തായാലും ശരിക്കയില്ല ഒർക്കും ഞങ്ങൾ കാലത്തെ ദൂരം തീരാ. ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടിരുന്നത് കാലത്തെ ദൂരവും തീരാ അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഖാല അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറ അല്ലാഹു ചൊല്ലുന്നു റസൂൽ ചൊല്ലറെ അതായത് ഖുദ്സിയായ ഹദീസ് യുദീനി ഇബ്ന ആദമ യസുബ്ബു ദഹറ മനുഷ്യന്മാർ കാലത്തെ ദൂരിത്ത് നന്റെ ഉപദ്രവിക്കുള്ള കാരണം വഅന ദഹർ ഞാൻ എത്തിക്കുന്ന കാലം അതായത് കാലത്തെ ഉണ്ടാക്കിയുള്ളാണ്. മുഖല്ലിബുൽ ലൈല വന്നഹാർ ജാവരും പോർമനത്തെ വേറെ വേറെ ചേഞ്ച് ആക്കിയുള്ളാണ്. അങ്ങനെ சொல்லுங்க കാലത്തെ ദൂരത്തിര അല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുക ലാ തസുബ്ബു ദഹറ നിങ്ങൾ കാലത്തെ ദൂരണ്ട ഫഇന്നല്ലാഹ ഹുവ ദഹർ അല്ലാഹു എത്തിക്കുന്ന കാലം ചൊന്ന കാലത്തെ ഉണ്ടാക്കിയുള്ള അല്ലാഹു എത്തിക്കുക. അപ്പൊ കാലത്തെ ദൂര സ്വഭാവಕ್ಕೆ ಕೂತೀರ ಮಕ್ಕത്തെ ಮುಶ್ರಿಕಮಾർ അങ്ങനത്തെ സ്വഭാവത്തെ നീത്തിനാർ എന്റെ ഒരു മുസീബത്ത് വന്നെങ്കിൽ കാലത്തെ ദൂരല്ല അപ്പൊ ഇതിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ നിങ്ങൾ കാലത്തെ ദൂരണ്ട. കാരണം എന്തൊരു മുസീബത്ത് വന്നെങ്കിലും എന്തൊരു നല്ലത് വന്നെങ്കിലും അത് അല്ലാഹുവിന്റെ വേഗത്തിൽ എഴുതി വെച്ചത് ഇതിക്കരുത്. ആ എഴുതി വെച്ചത് സംഭവിക്കരുത്. അല്ലാണ്ട് ഞങ്ങൾ കാലത്തെ ദൂരിത്ത് അങ്ങനെ ഒരു അവസ്ഥ ഒരു സ്വഭാവം ഒരു മുസ്ലിമിಗೆ ಕೂತೀರ അതേ തിക്കണോ ഞങ്ങൾ ശ്രദ്ധിക്കണായി. രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത് ഇപ്പൊ ഈ ഒരു ഇടയില് ഒരു ഹദീസ് പ്രചാരമായിട്ടുണ്ട്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പ്രചാരമായിട്ടുണ്ട്. എന്തിനാ ഹദീസ്? മാ മിൻ ആമിൻ ഇല്ല الذين بعده شر منه حتى تلقوا ربكم. ഒരു വർഷ ആ വർഷത്തിൽ പിന്നെ വന്ന വർഷം അതിനായിട്ട് കഷ്ടത്തെ വർഷം എത്തിക്കറ കഷ്ടത്തെ വർഷം എത്തിക്കറ് ഹത്താ തൽഖൗ റബ്ബക്കും നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടോടുത്തോളൂ. അപ്പൊ ഇത് ഇന്ത്യ എന്തായാലും 2020 വെച്ചിട്ട് എന്താക്കി ഈ ഒരു ഹദീസ് പ്രചാരമാക്കിയുള്ളൂ. നേരെ ഈ ഹദീസിലുള്ള ദുനിയാവ് വിഷയമല്ല ദീന്റെ വിഷയത്തിക്ക് അല്ലേ? ഒരാൾമാർ ഇപ്പൊ എന്താക്കിയാൽ 2020 കഷ്ടത്തെ കാലല്ലേ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഒരു വർഷ പിന്നൊരു വർഷ ബണ്ടിങ് അത് അതിനായിട്ട് കഷ്ടത്തെ എത്തിക്കല്. അപ്പൊ 2021 അതിനായിട്ട് കഷ്ടമായിട്ട് വിചാരിച്ചത അങ്ങനെ അല്ല. ഈ ഹദീസിന്റെ ഉദ്ദേശ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന്റെ വിഷയത്തിക്ക് ചൊല്ലി ദുനിയാവ് വിഷയം നോക്കുകയെങ്കിൽ നബിയുടെ കാലത്ത് ഇപ്പൊ എത്രമായി ഇംപ്രൂവ്മെന്റ് ചെയ്തില്ലേ ദുനിയാവ് അല്ലേ?
അപ്പൊ ദീന്റെ വിഷയത്തിൽ ദീന് ചൊല്ലി ഒന്നോ ഒരു വർഷം കുറഞ്ഞുകൊണ്ട് ദീന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്വബറെടുത്ത് ജീവിക്കണം, നല്ല ദീനിൽ ഉറച്ചു നിൽക്കണം. എത്രത്തോളം അള്ളാഹുരെ കണ്ടുമുട്ടോളത്തോളം അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് 2020 2021 അതിനായിട്ട് മുസീബത്ത് ഉണ്ടല്ല. ആൾമാരെ ആ ഒരു ഉന്മേഷത്വം, ആ ഒരു അമൽ സ്വാലിഹ് എടുക്കുന്നതിനും ഈ പെറുവലിക്കുന്ന ഒരു അവസ്ഥ എത്തിക്കല് ഈ ഹദീസ് ഇപ്പ പ്രചാരാക്കുന്നതിന്റെ ഉദ്ദേശ ചൊല്ലത് ആ ഒരു അവസ്ഥയ്ക്ക് എത്തിപ്പോയി ചൊല്ലി നാം മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ ഓർക്കും വിചാരിക്കത്തീര ഇത് ദീന്റെ വിഷയത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലതും അതൊട്ടിಗೆ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയതായി എന്തെല്ലാം തപ്പുണ്ട് അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള എത്ര ആൾമാർ അങ്ങനെ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പ്രത്യേകമായിട്ട് വസിയത്താക്കുമുള്ള അങ്ങനെ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കുടുംബത്തിൽ അല്ലാഹു ശാന്തിയും സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ എത്ര ആൾമാർ അങ്ങനെ ഖബറിൽ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ആഖിറത്തിൽ അല്ലാഹു വെളിച്ചാക്കി കൊടുക്കട്ടെ. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. أقم الصلاة.